ഹായ്, തുണി സഞ്ചിയും പ്ലാസ്റ്റിക് ടിന്നും കൊണ്ട് ഞാനിന്നുണ്ടാക്കാൻ പോകുന്നത് ഒരു കിളിക്കൂടാണ്. വേസ്റ്റ് സാധനങ്ങൾ കൊണ്ട് മാത്രം നമുക്കൊരു കിളിക്കൂടൊന്ന് ഉണ്ടാക്കിയെടുത്താലോ. അതിനായിട്ട് അത് ഈ ഷേപ്പിലുള്ള ഒരു പ്ലാസ്റ്റിക് ടിന്നൊന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് കിളിക്കൂട് ഉണ്ടാക്കാനായിട്ട് പെർഫെക്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് കേട്ടോ ഈ ടിന്നെ ഞാൻ സെലക്ട് ചെയ്തത്. ഇനി ഇതിൽ തന്നെ ശരിക്കും ഒരു റൗണ്ട് ഷെയ്ഡുള്ള ഒരു ടിന്നാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അതിൽ വെച്ചിട്ട് തന്നെ നല്ല ബ്ലൈഡ് കൊണ്ട് റൗണ്ട് ചെയ്ത് തന്നെ ഒന്ന് കട്ട് ചെയ്ത് അവിടെ ഒന്ന് ഓപ്പണിങ് ചെയ്തെടുക്കാവേ. അപ്പോൾ ഇവിടെ നമ്മുടെ കിളിക്കൂടിൻ്റെ റൗണ്ടിലുള്ള ഓപ്പണിങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പ്ലാസ്റ്റിക് ടിന്നുണ്ടല്ലോ, അതിൻ്റെ അടപ്പിൽ ഇതുപോലെ ഒന്ന് ഹോളും കൂടി ഇട്ടെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഹോളിട്ടെടുത്തത് നമ്മുടെ കിളിക്കൂട് ഒന്ന് തൂക്കിയിടാൻ വേണ്ടിയിട്ടാണ്. അതിനായിട്ട് ഒരു ഇയർബഡ് ഉണ്ടല്ലോ, ഇയർബഡ്സിൻ്റെ ആ ഒരു സ്റ്റെം ഉണ്ടല്ലോ, അതും കൂടി അതിൻ്റെ ഒരു ചെറിയ പീസും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു ബ്ലാക്ക് ഷെയ്ഡുള്ള ഒരു ചരടും കൂടി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ചരടിൻ്റെ രണ്ട് വശവും ഇതുപോലെ നമുക്കൊന്ന് കൂട്ടി പിടിച്ചു കൊടുക്കാം. ഇനി അടപ്പിൻ്റെ ഓപ്പണിംഗ് ഉള്ള ആ ഒരു ഭാഗത്തുകൂടി ഈ സ്റ്റെം കൊണ്ട് ഉള്ളിലേക്കൊന്ന് കുത്തി ഇറക്കാം. ഇങ്ങേ വശം നമുക്കൊന്ന് വലിച്ചു പിടിച്ചതിന് ശേഷം നമ്മളെടുത്ത് വെച്ചിരുന്ന ഇയർബഡ്സിൻ്റെ സ്റ്റെം ഉണ്ടല്ലോ, അത് ഇതിലോട്ടൊന്ന് നല്ലതുപോലെ ചുറ്റി ഒന്ന് കെട്ടിക്കൊടുക്കാം. ഇനി ഇതിനെ ഇപ്പുറത്തോട്ടൊന്ന് വരച്ചെടുക്കാം. ഇനി നമ്മുടെ ടിന്നിൻ്റെ ക്യാപ്പൊന്ന് അടച്ച് കൊടുക്കാം. ഏറ്റവും മുകളിലായിട്ടൊന്ന് ഒരു കെട്ടും കൂടി ഇട്ടെടുക്കാവേ. ഇനി ഇതിവിടെ ഇളകി പോരത്തേയില്ല. ഇനി ഇതിനെ നമുക്ക് വേണ്ടത് കവർ ചെയ്തെടുക്കണ്ടേ. കവർ ചെയ്തെടുക്കാനായിട്ട് നമ്മുടെ തുണി സഞ്ചി എടുത്തിട്ട് നല്ല നീറ്റായിട്ടൊന്ന് ആദ്യമേ തേച്ചൊന്ന് എടുക്കാം, ഒന്ന് അയൺ ചെയ്ത് വെക്കാവേ. ഇനി അതിനെ ഓരോ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ആദ്യം ഞാൻ ഇതുപോലെ ഒന്ന് നീളത്തിനൊന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. നമ്മുടെ ടിന്നിൻ്റെ അതേ ആ ഒരു അളവിന് നമുക്കൊന്ന് വെച്ച് നോക്കാം. ഇത്രയൊക്കെ ഹാഫ് സൈസ് മതി. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി അതിൻ്റെ ജോയിൻ്റുള്ള ആ ഒരു പോർഷൻ എല്ലാം നമുക്ക് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാവേ. ഇനി ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു സൈസിനൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തെടുക്കാം. നമുക്ക് ഏത് ഗ്ലൂ വേണമെങ്കിലും എടുക്കാം. കൂടുതലും നമുക്ക് ചേരുന്നത് നല്ലതുപോലെ പെട്ടെന്ന് ഒട്ടിപ്പിടിക്കാനായിട്ട് ഫെവിബോണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഹോട്ട് ഗ്ലോ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാനിത് നമ്മുടെ ടിന്നിൻ്റെ പുറത്തോട്ട് ഇങ്ങനെ ഒന്ന് വെച്ചെടുത്തിട്ടുണ്ട്. ഏറ്റവും താഴ്വശത്ത് എത്തുന്ന രീതിയിൽ വെച്ചെടുത്തിട്ടുണ്ട്. ഇത് പ്രത്യേകം നല്ല നീറ്റായിട്ട് തന്നെ ഒട്ടിക്കണം. വലഞ്ഞ് നിൽക്കുന്ന രീതിയിലൊന്നും ആവാതെ നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് ടിന്നിൽ ഫുള്ള് കവർ ചെയ്ത് നമ്മുടെ തുണി സഞ്ചി കട്ട് ചെയ്യുന്ന പീസസ് ഓരോന്നായിട്ട് ഒന്ന് വെച്ച് ഒട്ടിച്ചെടുക്കാവേ. ഇത് ഫുൾ കവർ ചെയ്ത് ഒട്ടിച്ചതിന് ശേഷം ഓരോ പീസസിൻ്റെയും മുകളിലായിട്ട് വീണ്ടും എക്സ്ട്രാ ഒരു പീസും കൂടെ ഓരോന്നായിട്ടും ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പ്ലാസ്റ്റിക് ടിന്നിൻ്റെ ആ ഷെയ്ഡ് പുറത്ത് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കാത്ത രീതിയിൽ നല്ല നീറ്റായിട്ട് കിട്ടും. അപ്പോൾ ഞാനിവിടെ 2 പീസും ഓരോന്ന് വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഒരു ഗ്യാപ്പും കൂടെ ഉണ്ട്. ഈ നമ്മുടെ കിളിക്കൂടിൻ്റെ ഓപ്പണിങ്ങിൻ്റെ ആ ഒരു ഭാഗത്ത് അവിടെയും കൂടി നമ്മുടെ തുണി സഞ്ചി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അടുത്ത പീസും ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് തന്നെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇവിടെ മുകളിലും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ താഴത്തെ ആ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. അവിടെയും കൂടി അതേ ഒരു ഷെയ്ഡിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് 2 പീസ് ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മുടെ ടിന്ന് കംപ്ലീറ്റ് ആയിട്ടും ഒട്ടിച്ചെടുത്തിട്ടുണ്ട് തുണി കവർ വെച്ചിട്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു കാർഡ്ബോർഡ് പീസാണ് വേണ്ടത്. അത്യാവശ്യം നല്ലൊരു വലിയ കാർഡ്ബോർഡ് പീസ് തന്നെ നമുക്ക് വേണം. അത് ഞാനൊന്ന് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു വലിയ പ്ലാസ്റ്റിക്കിൻ്റെ നമ്മുടെ ബക്കറ്റിൻ്റെ അടപ്പ് ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിഷ്ടമുള്ളൊരു ഷേപ്പ് ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് റൗണ്ടിനൊന്ന് വരച്ചെടുക്കാം. ഇനി ഇതിനൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡിലുള്ള ആ ഫസ്റ്റ് ലെയർ ഉണ്ടല്ലോ, ചെറുതായിട്ട് നമുക്കൊന്ന് റൗണ്ടിന് തന്നെ ഇതുപോലെ ഒന്ന് ഇളക്കി എടുക്കാം. മെല്ലെ മെല്ലെ ഒന്ന് ചെയ്തെടുക്കുമ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ ആ ഫസ്റ്റ് ലെയർ ഒട്ടും തന്നെ കീറിപ്പോകാതെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഈ ഒരു പീസാണ് നമുക്ക് വേണ്ടത്. ഇത് ടോട്ടലി 28 സെൻറ്റിമീറ്റർ നീളമുണ്ട്. അപ്പോൾ ഇതിൻ്റെ പകുതി ഒന്ന് എടുക്കാം. ഒരു 14 സെൻറ്റിമീറ്റർ നമുക്ക് പോയിൻ്റ് ചെയ്ത് കൊടുത്തിട്ട് നല്ല സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഒന്ന് വരച്ചെടുക്കാവേ. ഇതൊന്ന് വരച്ചെടുത്ത ആ ഒരു നമ്മുടെ ആ ഒരു ഇതിൽ കൂടെ തന്നെ ഒന്ന് കത്രിക കൊണ്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നടുക്കോട്ട്. ഇനി ഇതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് വളച്ചൊടിഞ്ഞു പോവാത്ത രീതിയിൽ ഒന്ന് വളച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് കൂന പോലെ ഒന്നാക്കിയെടുക്കാം. ഒരു കൂടാരം പോലെ ഇതുപോലെ ഒന്നാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഇങ്ങനെ വെച്ച് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ സ്റ്റാപ്ലർ ചെയ്ത് കൊടുക്കാവേ. ഇപ്പോൾ ഇത് അത്യാവശ്യം നല്ല തിക്കായതുകൊണ്ട് തന്നെ ഞാനിവിടെ സ്റ്റാപ്ലറാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത്. ഒരു 2-3 പിന്നടിച്ചെടുത്തിട്ടുണ്ട്.
അപ്പോൾ അതാ ഇവിടെ ഇത്തിരി ഒന്ന് വലിഞ്ഞ് നിൽക്കുന്നില്ലേ, അവിടെയും കൂടി ഒന്ന് കറക്റ്റ് ചെയ്തൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ ഇത് എല്ലാ ഭാഗവും ഒരേ ഷേപ്പിനായിട്ടുണ്ട്. ഇനി നമ്മുടെ കിളിക്കൂടിൻ്റെ കൂടാരവും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ടൊരു ഓപ്പണിങ് ചെയ്തെടുക്കാം. അതിൻ്റെ ഉള്ളിലായിട്ട് ചരട് കയറ്റിയെടുക്കാനായിട്ടാണ് അവിടെ ഓപ്പണിങ് കൊടുത്തെടുക്കുന്നത്. ഇതുപോലെ ഒന്ന് ഓപ്പണിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കൂടാരത്തിന് ഒന്ന് കവർ ചെയ്തെടുക്കണ്ടേ. വീണ്ടും നമുക്ക് തുണിസഞ്ചി എടുക്കാം. തുണിസഞ്ചിയിൽ അത്യാവശ്യം നല്ല പോർഷനൊക്കെ കിട്ടുന്ന ഒരു രീതിയിൽ 14 സെൻറ്റിമീറ്റർ ഒന്ന് അത്രയും അളവിനൊന്ന് എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാവേ. അപ്പോൾ ഇതാ ഞാനൊരു സ്ക്വയർ ഷേപ്പിന് തന്നെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ ജോയിൻ്റ് ഉള്ള പോർഷനോ ഇതുപോലെ വലിഞ്ഞൊക്കെ നിൽക്കുന്ന ആ ഒരു പോർഷനൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റി നല്ല നീറ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിനെ രണ്ടായിട്ടൊന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിനെ ഒന്ന് കോൺ ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുവാണ്. ഈ ഒരു ഷേപ്പിൽ നമുക്ക് നമ്മുടെ കൂടാരത്തിൻ്റെ ഫുള്ള് കവർ ചെയ്ത് ഒട്ടിച്ചെടുക്കാതെ ഇത്രയും മതി. ഈ ഒരു സൈസിന് ബാക്കി പീസസും കൂടി നമ്മുടെ തുണിസഞ്ചിയുടെ ബാക്കി ഉണ്ടായിരുന്ന ആ ഒരു ഇതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമുക്ക് 2 പീസസായിട്ട് വേണം ഒട്ടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ റൗണ്ട് ചെയ്ത് ഓരോന്നും ഇതാ ഇത്രയും പീസസായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം ഞാനിവിടെ ഗ്ലൂ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കൂടാരത്തിൻ്റെ മുകളിലോട്ട് ഓരോ പീസസും നല്ല നീറ്റായിട്ട് തന്നെ ഒന്ന് വലിഞ്ഞൊന്നും നിൽക്കാത്ത രീതിയിൽ മടക്കു ചുളിവൊന്നും വരാത്ത രീതിയിൽ ഒട്ടിച്ചു കൊടുക്കാം. അതിൻ്റെ മുകളിൽ തന്നെ അടുത്ത ലെയറും കൂടി ഞാനൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കാർഡ്ബോർഡിൻ്റെ ആ ഒരു ഷെയ്ഡൊന്നും പുറത്ത് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കാത്ത രീതിയിൽ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതായത് ഗ്ലൂ കുറച്ച് ഇരിപ്പുണ്ടിട്ട് അതൊന്ന് ഉണങ്ങിയതിന് ശേഷം ആ ഷെയ്ഡും കൂടി ഒന്ന് മാറിക്കിട്ടും. ഇനി താഴോട്ട് ഈ വലിഞ്ഞ് നിൽക്കുന്ന നമ്മുടെ തുണിസഞ്ചിയുടെ പീസസ് ഉണ്ടല്ലോ, അതും കൂടി ഒന്ന് ലെവൽ ചെയ്തൊന്ന് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇവിടെ കിളിക്കൂടിൻ്റെ കൂടാരവും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലൊരു ഭംഗിയാക്കി എടുക്കാനായിട്ട് ഇതുപോലെ ഞാനിത് എടുത്തേക്കുന്ന മെറ്റീരിയൽ നമ്മുടെ പഴയ ഷോൾ ഉണ്ടല്ലോ, ആ ഷോളിന് നല്ല നീളത്തിന് ചെറിയ കുഞ്ഞു പീസസായി കട്ട് ചെയ്തിട്ട് എടുത്തതാണേ. അതിനിതാ ഇതുപോലെ നമ്മുടെ ഓപ്പണിങ്ങിൻ്റെ ആ ഒരു വശത്തിൻ്റെ അതേ മാർക്കിൽ കൂടി ഒന്ന് അളവിന് കറക്റ്റ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ടേ. അതിലേക്ക് ഇതുപോലെ ഒന്ന് ചുറ്റിട്ട് കെട്ടിട്ട് കൊടുത്തിട്ടുണ്ടേ. ഇനി അതുപോലെ തന്നെ അടുത്ത കെട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ. അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും സെയിം നമ്മൾ അതേ കെട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ആവർത്തിച്ച് ഇത് ഫുൾ കവർ ചെയ്ത് റൗണ്ട് ഷേപ്പ് ഫുള്ളും ഇതുപോലെ ഒന്ന് കെട്ടിട്ടെടുക്കാവേ. അപ്പോൾ നമ്മളിതാ ഈ ഒരു കെട്ടിൻ്റെ ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, ഒരു മെടഞ്ഞെടുത്തേക്കുന്ന ആ ഒരു ഷേപ്പിലുള്ള ആ ഒരു ഇത് നമുക്ക് കിട്ടും. ഇതിപ്പോൾ ഇങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കളർഫുള്ളായിട്ടുള്ള ലേസൊക്കെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് ചെയ്യാം. ചരടോ എന്തായാലും മതി. അപ്പം ഞാനിത് ഫുൾ കവർ ചെയ്ത് റൗണ്ട് ഷേപ്പിൽ തന്നെ നമ്മളൊന്ന് മെടഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആവശ്യമുള്ള എത്രയും പോർഷനൊന്നും എടുക്കാം. അപ്പോൾ ഇത് ഞാനിവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാൻ പോകുന്നു കേട്ടോ. പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കട്ട് ചെയ്താൽ അപ്പോൾ തന്നെ അവിടെ ഒന്ന് ഗ്ലൂ ഉണ്ടെന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒന്ന് കൂട്ടിപ്പിടിച്ച് ഒട്ടിച്ചെടുക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ അവിടെ വെച്ചത് പിരിന്ന് പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി നമ്മുടെ കിളിക്കൂടിൻ്റെ ഓപ്പണിങ്ങിൻ്റെ ആ ഒരു ഔട്ട്ലൈൻ ഉണ്ടല്ലോ, അവിടെ വെച്ചിട്ട് നമ്മൾ മെടഞ്ഞെടുത്ത ഷോളിൻ്റെ മെറ്റീരിയലിൽ മെടഞ്ഞെടുത്ത ആ ഒരു കയറ് പോലെ ചെയ്ത ആ ഒരു ഇതില്ലേ, നല്ല ഭംഗിയായിട്ടല്ലേ ഇപ്പോൾ കാണാനായിട്ട് ഇത് മെടഞ്ഞെടുത്തിരിക്കുന്നത്. ആ ഒരു ഡിസൈനിൽ ഞാൻ ചെയ്തെടുത്തിരിക്കുന്നത് ഇതിനെ റൗണ്ട് ചെയ്തൊന്ന് ഒട്ടിച്ചെടുക്കുകയാണേ. അപ്പം നമുക്കിത് ചെയ്തില്ല എന്ന് ഒരു കുഴപ്പമില്ല. ഈ ഓപ്പണിങ്ങിൻ്റെ അവിടെ ഒരു ഔട്ട്ലൈനായിട്ട് എന്തെങ്കിലും ഒരു ചരടോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ലേസോ വെച്ച് ഒട്ടിച്ചെടുത്താലും മതി. ഇതാവുമ്പോൾ കുറച്ചും കൂടി ഒരു ഭംഗിയായിരിക്കും കേട്ടോ കാണാനായിട്ട്. കൂടാതെ തന്നെ ഇത് നമ്മൾ വെറും വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ടൊക്കെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. പഴയ ഷോള് നമുക്ക് ഉപയോഗമില്ലാത്ത വീട്ടിലിരിക്കുന്ന തുണികളൊക്കെ കൊണ്ടിട്ട് ചെയ്തെടുത്താൽ കുറച്ചും കൂടി നല്ല ഭംഗിയും കൂടി കിട്ടും നമുക്ക്. ഇതുപോലെ ഞാനൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കിളിക്കൂടിൻ്റെ കൂടാരവും അതേ ഡിസൈനിൽ തന്നെ കുറച്ച് മെടഞ്ഞെടുത്ത് വെച്ചിരുന്നിട്ടുണ്ടായിരുന്നേ, അതൊന്ന് റൗണ്ട് ചെയ്ത് ഇതിൻ്റെ താഴെയായിട്ട് ഔട്ട്ലൈനായിട്ട് ഒന്ന് കൊടുത്തെടുക്കുകയാണേ. അപ്പം എൻ്റെ കയ്യിൽ നമ്മുടെ ഫെവിബോണ്ടിൻ്റെ ഗ്ലൂ കഴിഞ്ഞു കേട്ടോ. അപ്പം ഞാനിവിടെ നേരെ നമ്മുടെ പ്ലസ് വീക്ക് എടുത്തേക്കാണ്. ഇപ്പോൾ നമുക്ക് ഫെവിക്കോളോ അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഗം എടുത്താലും മതിയാവും. ഇപ്പോൾ ഞാനിത് വെച്ചിട്ട് ഒന്ന് റൗണ്ട് ചെയ്ത് ഒട്ടിച്ചെടുക്കുകയാണ്.
അപ്പോൾ ഇത് ഏകദേശം കഴിയാറായി. ഒരേ ഷേപ്പിൽ തന്നെ നല്ല നീറ്റായിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാം നമുക്ക്. അപ്പോൾ ഇത് ഇത്ര ആയിട്ടുണ്ട്. ഇത് ഫുള്ളും കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് എടുക്കണമല്ലോ. അപ്പോൾ ഇത്രയും ആ ഒരു നൂലിൻ്റെ ഗ്യാപ്പ് പോരാ. അതുകൊണ്ട് ശരിക്കും നമ്മുടെ ഷോളിൻ്റെ കുറച്ച് പീസസ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു പിന്നും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കൂടാരത്തിൻ്റെ അടിവശത്തു കൂടി ആ ഒരു പീസ് ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് വലിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് കറക്റ്റിന് നല്ല നീളത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ എക്സ്ട്രാ നമുക്ക് കുറച്ച് നല്ല നീളത്തിന് ചരടെടുത്താലും മതിയാവും. ഞാനിപ്പോൾ ഇവിടെ എടുത്ത് ചരടിൻ്റെ നീളം കുറഞ്ഞു പോയതുകൊണ്ടാണ് കേട്ടോ ഞാൻ നമ്മുടെ ഷോളിൻ്റെ പീസസും കൂടി ഒന്ന് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് ബോട്ടിലിൻ്റെ അടപ്പിലായിട്ട് ഇതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. റൗണ്ട് തന്നെ നല്ല നീറ്റായിട്ടൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ കൂടാരം ഉണ്ടല്ലോ മുകൾ തട്ട്, അത് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്തു ഒരു 5 മിനിറ്റ് ഒന്ന് പിടിച്ചെടുക്കാവേ. ഇപ്പോൾ നമ്മുടെ കിളിക്കൂട് ഇവിടെ റെഡിയാണ്. കണ്ട എന്ത് ഭംഗിയായിട്ടുണ്ടെന്ന് നോക്കിയില്ലേ. കിളികൾ കണ്ടാൽ തന്നെ ഓടി വന്നിരിക്കുകയല്ലേ. അപ്പോൾ ഇനി നമുക്ക് ഒരു കുഞ്ഞി കിളിയും കൂടി ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനത് ഇതുപോലെ കുറച്ച് ടിഷ്യൂ പേപ്പർ ഒന്ന് എടുത്തിട്ടുണ്ട്. 2 ടിഷ്യൂ പേപ്പർ 3 എണ്ണം അത്രയും മതി നമുക്ക്. ഇപ്പോൾ ഇത് 2 എണ്ണം ചെറിയൊരു കിളിയുടെ അതേ ഒരു സ്ട്രക്ചറിൽ നമുക്കൊന്ന് ചുരുട്ടിയെടുക്കാം. ഒരെണ്ണം അതിൻ്റെ മുകളിലായിട്ടൊന്ന് കവർ ചെയ്ത് ശരിക്കും അതുപോലത്തെ ഒന്ന് ഷേപ്പിലൊന്ന് ആക്കി കൊടുക്കുക. ഒരു കുഞ്ഞി കിളിയുടെ ഷേപ്പിലൊന്ന് ആക്കി കൊടുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കവർ ചെയ്യാനായിട്ട് വീണ്ടും തുണി സഞ്ചി എടുക്കാം. തുണി സഞ്ചിയുടെ പീസ് എടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കാവേ. ഇനി അതിൻ്റെ ആ മുകൾ ഭാഗമൊക്കെ ഉള്ളിലോട്ട് കട്ട് ചെയ്ത് വലിഞ്ഞ് നിൽക്കുന്ന പീസെല്ലാം ഉള്ളിലോട്ട് വരുന്ന രീതിയിലൊന്ന് മടക്കിയിട്ട് നമുക്ക് ഉള്ളിലോട്ടാക്കി കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ളത്രയും പോർഷൻ എടുത്തിട്ട് ബാക്കി നമുക്ക് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാവേ. ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് ഒരു കുഞ്ഞു കിളിയുടെ ഒരു ഷേപ്പാണ് കേട്ടോ. വലുതായാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഒരു കൂട്ടിപ്പിടിച്ച ആ ഒരു പോർഷനെല്ലാം നല്ല നീറ്റായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാവേ. താഴേക്ക് ഉള്ളിലോട്ട് നൂലൊക്കെ വലിഞ്ഞിരിക്കുന്ന പോർഷനെല്ലാം കറക്റ്റ് ചെയ്ത് നല്ല ഉള്ളിലോട്ടാക്കി നമുക്കൊന്ന് നനഞ്ഞെടുക്കാം. ഇനി ഇതുപോലെ ഒരു പീസ് നമ്മുടെ തുണിയുടെ സഞ്ചിയുടെ പീസ് ഉണ്ടല്ലോ, അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനെ നമുക്ക് നമ്മുടെ പൂവിൻ്റെയൊക്കെ ഇതളിൻ്റെ ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, ആ ഒരു കറക്റ്റ് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ. ഇനി ഇതിന്നും ഒത്തിരി കൂടെ ഒരു ഇഞ്ചും കൂടെ വലുപ്പത്തിൽ ഒരു പീസും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം മൊത്തം 3 പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ മഞ്ഞ കളറിലുള്ള കുറച്ച് തുണിസഞ്ചിയുടെ പീസും കൂടി എടുത്തിട്ടുണ്ട്. അതും കുറച്ചും കൂടി ചെറിയ സൈസിന് പൂവിൻ്റെ ഇതളിൻ്റെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ രണ്ടും കൂടി ഒന്ന് ഒട്ടിച്ചെടുക്കാവേ. ഇനി നമുക്ക് വലിയ പീസിലും കൂടി വെച്ചെടുക്കാനായിട്ട് മഞ്ഞ കളറിലുള്ള തുണിസഞ്ചിയുടെ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് 3ഉം ഒട്ടിച്ചെടുത്ത് വെച്ചേക്കുവാണേ. ഇനി നമ്മുടെ കുഞ്ഞു കിളിയുടെ ചിറകുകൾ വെച്ച് കൊടുക്കാം. ആദ്യം ഇപ്പോൾ ഒരു വശത്തൊന്ന് ചിറകൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ രീതിയിലാണ് കേട്ടോ ചിറക് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. നമുക്കിഷ്ടമുള്ള രീതിയിൽ കിളി ഉണ്ടാക്കിയിട്ട് വെക്കാം. ഇപ്പോൾ ഈ തുണിസഞ്ചിയിൽ തന്നെ ഉണ്ടാക്കണമെന്നില്ല, നമുക്ക് പോളിമർ ക്ലേയിലൊക്കെ എടുത്തിട്ട് ചെയ്താലും മതിയാവും. അപ്പോൾ നമ്മുടെ കൂടിന് മാച്ചായിട്ട് നമ്മൾ കിളിയും ഈ തുണിസഞ്ചിയിൽ തന്നെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. കിളി നമ്മൾ തുണിസഞ്ചിയിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ചിറകെല്ലാം നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുഞ്ഞി കണ്ണുകൾ വെച്ച് കൊടുക്കാം. അതിനു വേണ്ടി നമ്മൾ കുറച്ച് പോളിമർ ക്ലേ ഒന്ന് എടുത്തിട്ടുണ്ട്. 2 വശവും കണ്ണുകൾ ഇതുപോലൊന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ക്ലേ തന്നെ വേണമെന്നില്ല, മഞ്ഞ കളറിലുള്ള തുണിസഞ്ചി റൗണ്ട് ഷേപ്പിന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഒട്ടിച്ചു കൊടുത്താലും മതി. ഇനി ഇത് ഒന്ന് ചുണ്ടാണ് ഉണ്ടാക്കിയെടുത്തേക്കുന്നത് ക്ലേയിൽ. അതും നമുക്ക് തുണിസഞ്ചിയിലിട്ട് ചെയ്തെടുത്താലും മതിയാവും. അപ്പോൾ കണ്ണുകളും ചുണ്ടുകളും നമ്മൾ ക്ലേയിലാണ് ചെയ്തെടുത്തേക്കുന്നത്. ഇനി കിളിയുടെ ആ ഒരു താഴ്ഭാഗത്ത് കുറച്ച് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കൂട്ടിനകത്തോട്ട് ഇതുപോലൊന്ന് ഇറക്കി വെച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പൂക്കളൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇതിപ്പോൾ പോളിമർ ക്ലേയിൽ ചെയ്തെടുത്ത് വെച്ചിരുന്ന റോസസ് ആണ് കേട്ടോ. അത് 2-3 പീസസ് ഉണ്ട്. അതൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണേ.
അപ്പം ഞാനിവിടെ 2-3 പീസ് നമ്മുടെ റോസ് ഫ്ലവർ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഇതുപോലെ ആർട്ടിഫിഷ്യൽ ഫ്ലവറിൻ്റെയൊക്കെ ഒരു ഇതുപോലത്തെ പൂമ്പൊടി പോലത്തെ കുറച്ച് 2 പീസ് ഒന്ന് എടുത്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് ചെടിയുടെ ശരിക്കുള്ള ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2 പീസ് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള വശത്തൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഞാനിവിടെ ഈ സൈഡിലായിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. നമ്മുടെ കൂടാരത്തിൻ്റെ മുകളിലോട്ട് കിളിക്കൂടില്ലേ, കിളിക്കൂടിൻ്റെ മുകളിലത്തെ തട്ട് അവിടെ ഒട്ടിച്ചാലും മതിയാവും. നല്ല ഭംഗിയായിരിക്കും അവിടെ ഒട്ടിച്ചെടുത്താലും. അപ്പോൾ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. 2 വശത്തായിട്ടും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കിളിക്കൂടിൻ്റെ ഏറ്റവും മുകളിലല്ലേ അവിടെയും കൂടി കുറച്ച് ഇതുപോലെ നമ്മുടെ ഷോളിൻ്റെ വളരെ കുഞ്ഞു പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തത് ഒന്ന് ചുറ്റിച്ചൊന്ന് ഒട്ടിച്ചെടുക്കാവേ. അപ്പോൾ ഇതൊരു കിളിക്കൂടിൻ്റെ മുകളിലത്തെ ആ ഒരു ഔട്ട്ലൈനും കൂടെ അവിടെ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് കിട്ടും. അവിടെയും കൂടെ ഒന്ന് ചുറ്റിച്ചൊട്ടിച്ചു കൊടുക്കാം. ഇവിടെ നമ്മുടെ കയ്യിലുള്ള ചരടുകൾ എടുത്തിട്ട് ഒട്ടിച്ചെടുത്താലും മതി. എന്തായാലും എന്ത് മെറ്റീരിയൽ ആയാലും മതി, കുഴപ്പമൊന്നുമില്ല. എല്ലാം ഒരുപോലത്തെ ഒരു കളറ് ആയി കിട്ടാനായിട്ട് പ്രത്യേകം നോക്കിയാൽ ഒരു നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഇനി ഇത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ വെച്ചിട്ട് നമുക്ക് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ബാക്കി കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം. ഇപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ട് മാത്രം ഉണ്ടാക്കിയെടുത്ത കിളിക്കൂടാണിത് അല്ലേ. എന്ത് ഭംഗിയായിട്ടുണ്ടെന്ന് നോക്കി. ഇപ്പോൾ നമുക്ക് ആർട്ടിഫിഷ്യൽ ഫ്ലവറിൻ്റെ വെഞ്ചെടുക്കാതെ നമ്മുടെ കളർ പേപ്പർ കൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽ കൊണ്ടോ ഒക്കെ വെച്ചിട്ട് ഉള്ള പൂക്കളൊക്കെ ചെയ്തെടുത്തിട്ട് വെച്ചെടുത്താലും നല്ല ഭംഗിയായിരിക്കും കാണാൻ. അപ്പം ഞാനുണ്ടാക്കിയ നമ്മുടെ കിളിക്കൂട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇതുപോലത്തെ ക്രാഫ്റ്റ് മെറ്റീരിയൽസൊക്കെ ക്രാഫ്റ്റ് ഐറ്റംസൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് നമ്മുടെ കിളിക്കൂട് ഉണ്ടാക്കുന്ന വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കരുതേ. ഇതിൻ്റെ കമൻറ്റ് എന്താണെന്ന് നിങ്ങൾ അറിയിക്കാനും മറക്കരുതേ. അപ്പോൾ ഇതുപോലുള്ള അടിപൊളി ക്രാഫ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ ബൈ.